ഹായ് എവ്രി വൺ, വെൽക്കം ടു ലോജിക് സിസ്റ്റം ഡിസൈൻ ബൈ നീനു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് BCD ടു ഡെസിമൽ ഡീകോഡറാണ്. നമ്മൾ ഓൾറെഡി ഡീകോഡേഴ്സിനെ പറ്റി ഡിസ്കസ് ചെയ്തതാണ്. ഒരു ഡീകോഡർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദർ വിൽ ബി n നമ്പർ ഓഫ് ഇൻപുട്ട് ലൈൻസ് ആൻഡ് m നമ്പർ ഓഫ് ഔട്ട്പുട്ട് ലൈൻസ്. ഓക്കെ, then we can generally represent the number of output lines as m is equal to 2 raised to n, and also in some cases m will be less than 2 raised to n. It will happen when there is some don't care conditions at the output. Okay, അതായത് നമ്മളൊരു ഡീകോഡർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഡീകോഡറിനകത്ത് ജനറലി n നമ്പർ ഓഫ് ഇൻപുട്ട് ലൈൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക, m നമ്പർ ഓഫ് ഔട്ട്പുട്ട് ലൈൻസ് ഉണ്ടായിരിക്കും അല്ലേ. m എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ലൈൻസിൻ്റെ എണ്ണമാണ് അല്ലേ. m is equal to or less than 2 raised to n. ഓക്കെ, ദെൻ നമ്മൾ ഓൾറെഡി കുറച്ച് ഡീകോഡേഴ്സ് എല്ലാം കണ്ടതാണ്. അതായത് ബൈനറി ടു ഒക്ടൽ, ബൈനറി ടു ഡെസിമൽ, അതുപോലെയുള്ള കുറച്ച് ഡീകോഡേഴ്സ് കണ്ടതാണ് അല്ലേ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു BCD ടു ഡെസിമൽ ഡീകോഡറാണ്. BCD to decimal decoder means that it will convert the BCD code which is applied at the input to a decimal code. BCD to decimal decoder. അതായത് നമ്മൾ ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യേണ്ട ഒരു BCD കോഡാണ്, ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്നത് ഒരു ഡെസിമൽ ആയിരിക്കും, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ ആയിരിക്കും അല്ലേ. BCD എന്ന് പറയുമ്പോൾ നമുക്കറിയാം, BCD എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ 4-bit ബൈനറി റെപ്രസെൻറ്റേഷൻ ഓഫ് ഡെസിമൽ സിമ്പിൾസ്. അതുകൊണ്ട് തന്നെ 4 ഇൻപുട്ട് ലൈൻസ് അവൈലബിൾ ആയിരിക്കണം ടു അപ്ലൈ ദ BCD. ഓക്കെ, ദെൻ കറസ്പോണ്ടിംഗ്ലി ഔട്ട്പുട്ട് സെക്ഷൻ നോക്കുകയാണെങ്കിൽ നോർമൽ കേസിൽ നമുക്ക് പറയാം ഇഫ് n is the number of input lines, the number of output m will be equal to 2 raised to n. Okay, but in some cases this number of output lines will be less than 2 raised to n. അതിനൊരു എക്സാമ്പിളാണ് ഈ ഒരു BCD ടു ഡെസിമൽ ഡീകോഡർ എന്ന് പറയുന്നത്. കാരണം നമ്മളിവിടെ ഔട്ട്പുട്ട് ലൈൻസിൻ്റെ നമ്പർ നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഓൺലി 10. ഇവിടെ നമുക്ക് 4 ഇൻപുട്ട് ലൈൻസ് ആണ്. ഇവിടെ n is equal to 4 4 ഇൻപുട്ട് ലൈൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. നോർമൽ സിറ്റുവേഷൻ ആണെങ്കിൽ m, അതായത് നമ്പർ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 2 raised to 4, ഇറ്റ് ഈസ് ഈക്വൽ ടു 16 ആണ് വരുന്നുണ്ടാവുക അല്ലേ. പക്ഷേ നമുക്കിവിടെ കൺവേർട്ട് ചെയ്യേണ്ടത് ഒരു BCD കോഡിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ സിമ്പിൾസ് ആയിട്ടാണ് അല്ലേ. ഡെസിമൽ സിമ്പിൾസ് എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത്, 0 to 9 വരയ്ക്കുള്ളതാണ് നമ്മുടെ ഡെസിമൽ സിമ്പിൾസ്. അതായത് ടോട്ടലി 10 സിമ്പിൾസ് മാത്രമാണ് ഡെസിമൽ സിമ്പിൾസിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 10 സിമ്പിൾസ് ഇവിടെ അവൈലബിൾ ആവണമെങ്കിൽ ഇവിടെ 10 ഔട്ട്പുട്ട് ലൈൻസിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, ദെൻ 6 lines are not used. There are some unused conditions or don't care conditions. Because of that we can obtain a reduced circuit or simplified circuit corresponding to the BCD to decimal decoder. ഓക്കെ, നമുക്ക് നോക്കാം അതെങ്ങനെയാണ്. നമ്മൾ ഇങ്ങനെ ഒരു BCD ടു ഡെസിമൽ ഡീകോഡറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യണമെങ്കിൽ വാട്ട് വി ഹാവ് ടു ഡു, വി ഹാവ് ടു ഒബ്റ്റെയിൻ ദ ഇക്വേഷൻ കറസ്പോണ്ടിങ് ടു ഓൾ ദീസ് ഔട്ട്പുട്ട്സ്. ഔട്ട്പുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് എക്സ്പ്രഷൻസ് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കണം. ആ ഒരു ഔട്ട്പുട്ട് എക്സ്പ്രഷൻസ് ലോജിക് ഗേറ്റ്സ് യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഓക്കെ, ഇതൊരു 4 വേരിയബിൾ K-മാപ്പ് ആണ് അല്ലേ. അതായത് നമുക്ക് ഇൻപുട്ടിൽ 4 വേരിയബിൾസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് 4 വേരിയബിളിൻ്റെ ഒരു K-മാപ്പ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത് അല്ലേ. ദെൻ നോർമൽ മെത്തേഡ് ആണെങ്കിൽ ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, D0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു 4 വേരിയബിൾ K-മാപ്പ് വരയ്ക്കും. എന്നിട്ട് എന്ത് ചെയ്യും, D0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ഓരോ മിൻ ടേംസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെൽസിൽ നമ്മൾ എൻ്റർ ചെയ്ത് പോവുകയാണ് ചെയ്യുക. അതായത് 0000ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് D0 വന്നിട്ടുള്ളത് 1 ആണ് അല്ലേ. ദെൻ 9 വരയ്ക്കുള്ള കോമ്പിനേഷൻസ് 1 2 3 4 5 6 7 8 9 വരയ്ക്കുള്ള കോമ്പിനേഷൻസിൽ നമുക്ക് 0 ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. 0 0 0 0 0 0 0 0 0. ഓക്കെ, ദെൻ 9ന് ശേഷം നമുക്ക് ഇൻപുട്ട് കോമ്പിനേഷൻസ് വാലിഡ് അല്ല അല്ലേ. 9ന് ശേഷം നമുക്ക് ഇൻപുട്ട് കോമ്പിനേഷൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ 10 തുടങ്ങിയിട്ടുള്ള സെൽസിൽ നമുക്ക് ഡോൺ കെയേഴ്സ് എൻ്റർ ചെയ്യാം. ഓക്കെ, ഇതാണ് നോർമൽ ആയിട്ടുള്ളൊരു പ്രൊസീജിയർ. ദെൻ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു 1നെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യണം. പോസിബിളി ഏതെങ്കിലും ഒരു ഡോൺ കെയർ ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു ഡോൺ കെയർ ആയിട്ട് ഗ്രൂപ്പ് ചെയ്യണം. കാരണം വൺസ് ഒന്നും നമുക്ക് അനദർ വൺസ് ഒന്നും ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കില്ല. ഏത് ഔട്ട്പുട്ട് കൺസിഡർ ചെയ്താലും ഒരൊറ്റ സിംഗിൾ 1 മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. നമുക്ക് ഒരു ഡോൺ കെയർ ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം. ഓക്കെ, ഇതാണ് നോർമൽ മെത്തേഡ് വരുന്നത്. ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണം, D0ക്ക് കറസ്പോണ്ടിങ് ഒരു 4 വേരിയബിൾ K-മാപ്പ്, D1 കറസ്പോണ്ടിങ് ഒരു 4 വേരിയബിൾ K-മാപ്പ്, അങ്ങനെ D9 വരയ്ക്കുകയും നമുക്ക് ടോട്ടലി 10 K-മാപ്സ് യൂസ് ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾ ആ ഒരു മെത്തേഡ് എലിമിനേറ്റ് ചെയ്യാണ്.
ഈ ഒരു സിംഗിൾ 4 വേരിയബിൾ കെ മാപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ 10 ഔട്ട്പുട്ട്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻസ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ 10 ഔട്ട്പുട്ട്സിന് കറസ്പോണ്ടിങ് ആയിട്ട് 10 ഡിഫറൻറ്റ് കെ മാപ്പ് യൂസ് ചെയ്യുന്നതിന് പകരം ഒരു സിംഗിൾ കെ മാപ്പ് യൂസ് ചെയ്തിട്ട് ഇത് സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, അതായത് ഇതിനകത്ത് നമ്മൾ ഇൻപുട്ടിൽ അപ്ലൈ ചെയ്തിട്ടുള്ള 4 വേരിയബിൾസ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ 4 വേരിയബിൾ കെ മാപ്പ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇൻപുട്ടിലെ ഓരോ കോമ്പിനേഷൻസിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇവിടെ ഓരോ സെൽസ് അവൈലബിൾ ആണ് അല്ലേ. അതായത് 0 0 0 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 0, നെക്സ്റ്റ് 1 2 3 4 5 6 7 8 9 ഇത് കറസ്പോണ്ടിങ് മിൻ ടേംസ് ആണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അതായത് ഓരോ ഇൻപുട്ട് കോമ്പിനേഷനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ഈ 4 വേരിയബിൾ കെ മാപ്പിനകത്ത് സെൽസ് അവൈലബിൾ ആണ്. 0 മുതൽ 9 വരെയൊക്കെയാണ് നമ്മളുടെ ഇൻപുട്ട് കോമ്പിനേഷൻസ് വന്നിട്ടുള്ളത് അല്ലേ. 4 വേരിയബിൾ കെ മാപ്പ് ആണെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് അറിയാം 0 മുതൽ 15 വരെയ്ക്കുള്ള സെൽസ് അവൈലബിൾ ആയിരിക്കും. പക്ഷേ നമ്മളിവിടെ ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യുന്നത് BCD ആയതുകൊണ്ട് നമുക്കിവിടെ 0 മുതൽ 9 വരെയ്ക്കുള്ള കോമ്പിനേഷൻസ് മാത്രമേ ഇൻപുട്ടിൽ വരുന്നുള്ളൂ. ഓക്കെ, ദെൻ 0 മുതൽ 9 വരെയ്ക്കുള്ള കോമ്പിനേഷൻസ് മാത്രമേ നമ്മളിവിടെ എൻ്റർ ചെയ്യുന്നുണ്ടായിരിക്കുള്ളൂ. റിമൈനിങ് കോമ്പിനേഷൻസ് നമ്മൾ ഡോൺ കെയർ ആയിട്ടായിരിക്കും എൻ്റർ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ദെൻ ഫസ്റ്റ് കോമ്പിനേഷൻ 0 0 0 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെൽ ഏതാണ്? ഈ സെല്ലാണ് അല്ലേ. ദെൻ ഈ ഒരു കോമ്പിനേഷൻ വരുന്ന സമയത്ത് ഏത് ഔട്ട്പുട്ടാണ് 1 ആവുന്നത് നമുക്ക് നോക്കാം. അതായത് ഈ ഒരു കോമ്പിനേഷൻ വരുന്ന സമയത്ത് D0 മാത്രമാണ് ഇവിടെ 1 ആവുന്നത് അല്ലേ. ദെൻ വി ക്യാൻ എൻ്റർ D0 ഇൻ ദിസ് സെൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് കോമ്പിനേഷൻ 0 0 0 1 ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെൽ ഏതാണ്? ഇതാണ് അല്ലേ. ഈ ഒരു കോമ്പിനേഷൻ ഇൻപുട്ടിൽ വരുന്ന സമയത്ത് ഏത് ഔട്ട്പുട്ടാണ് 1 ആവുന്നത്? ഒരൊറ്റ ഔട്ട്പുട്ട് മാത്രമേ 1 ആയിരിക്കുള്ളൂ. നിങ്ങൾ ഏതൊരു കോമ്പിനേഷൻ എടുത്ത് നോക്കിയാലും ഒരു സിംഗിൾ ഔട്ട്പുട്ട് മാത്രമേ 1 ആയിരിക്കുന്നുണ്ടായിരിക്കുള്ളൂ അല്ലേ. ദെൻ 0 0 0 1ന് കറസ്പോണ്ടിങ് ആയിട്ട് D1 ആണ് 1 ആവുന്നത്. D1 ഈസ് എൻറ്റേർഡ് ഹിയർ. ദെൻ നെക്സ്റ്റ് കോമ്പിനേഷന് കറസ്പോണ്ടിങ് സെല്ല് 2 ഈസ് അവൈലബിൾ ഹിയർ. ദെൻ 2 എന്നൊരു കോമ്പിനേഷൻ നമ്മൾ ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് D2 എന്നുള്ളൊരു ഔട്ട്പുട്ടാണ് 1 ആവുന്നത്. അതുകൊണ്ട് തന്നെ 2 എന്നുള്ളൊരു സെല്ലിൽ ഞാൻ എൻ്റർ ചെയ്യുന്നത് D2 ആണ്. സിമിലർലി 3 അപ്ലൈ ചെയ്യുന്ന സമയത്ത് D3യും 4 അപ്ലൈ ചെയ്യുന്ന സമയത്ത് D4ഉം 5 ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഔട്ട്പുട്ടിൽ D5ഉം 6 വരുന്ന സമയത്ത് ഔട്ട്പുട്ടിൽ D6 എന്നുള്ളൊരു ഔട്ട്പുട്ടും 7 വരുന്ന സമയത്ത് D7ഉം 8 വരുന്ന സമയത്ത് D8ഉം അതുപോലെ 9 വരുന്ന സമയത്ത് D9 ആയിരിക്കും ആക്റ്റീവ് ആവുന്നുണ്ടായിരിക്കും. ഒരു പെർട്ടിക്കുലർ കോമ്പിനേഷന് ഒരു സിംഗിൾ ഔട്ട്പുട്ട് മാത്രമാണ് ആക്റ്റീവ് ആവുന്നത്. ഓക്കെ, അതായത് ആ ഒരു പെർട്ടിക്കുലർ കോമ്പിനേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെല്ലിൽ ഞാൻ ഏത് ഔട്ട്പുട്ടാണോ ആക്റ്റീവ് ആവുന്നത് ആ ഔട്ട്പുട്ടിനെയാണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, യൂഷ്വലി നമ്മളവിടെ 1 ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓ ഔട്ട്പുട്ടിന് കറസ്പോണ്ടിങ് സെപ്പറേറ്റ് കെ മാപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ 1 ആണ് എൻ്റർ ചെയ്യുന്നുണ്ടായിരിക്കുക. പക്ഷേ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഒരു സിംഗിൾ കെ മാപ്പിൽ തന്നെ എല്ലാ ഔട്ട്പുട്ട് എക്സ്പ്രഷൻസും ഒബ്റ്റെയിൻ ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ ഓരോ 1 എൻ്റർ ചെയ്താലും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ 1ന് പകരം ഔട്ട്പുട്ട് വാരിയബിൾ എൻ്റർ ചെയ്യുന്നത്. ദെൻ റിമൈനിങ് ആയിട്ടുള്ള സെൽസിൽ വി ക്യാൻ എൻ്റർ ദ ഡോൺ കെയർ കണ്ടീഷൻസ്. ഓക്കെ, ദെൻ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ഗ്രൂപ്പിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടത് ഒരു പെർട്ടിക്കുലർ ഔട്ട്പുട്ട് വാരിയബിൾ ക്യാൻ ബി ഗ്രൂപ്പ്ഡ് വിത്ത് ദ ഡോൺ കെയർ കണ്ടീഷൻസ്. ഓക്കെ, നമ്മളൊരു പെർട്ടിക്കുലർ ഔട്ട്പുട്ട് വാരിയബിളിനെ നിയർ ബൈ ആയിട്ടുള്ള എല്ലാ സെൽസും ചെക്ക് ചെയ്യണം. ഒരു ഡോൺ കെയർ കണ്ടീഷൻസ് അവൈലബിൾ ആണ് എങ്കിൽ അതുമായിട്ട് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ഓക്കെ, ദെൻ D0 നോക്കുന്ന സമയത്ത് D0ൻ്റെ നിയർ ബൈ ആയിട്ടുള്ള എല്ലാ സെൽസിലും ഇവിടെ നമുക്ക് ഡോൺ കെയർസ് അവൈലബിൾ അല്ല. സോ D0 ഈസ് ഗ്രൂപ്പ്ഡ് ആസ് എ സിംഗിൾ സെൽ. ഓക്കെ, സിംഗിൾ സെല്ലായിട്ടാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. D0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പ്രഷൻ എന്താണ് വരുന്നുണ്ടാവുക? D0 ഈസ് ഈക്വൽ ടു ഈ 2 ടേംസ് ആണ് അല്ലേ, A ബാർ B ബാർ C ബാർ D ബാർ. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് ഔട്ട്പുട്ട് വാരിയബിൾ ഏതാണ്? D1 ആണ് അല്ലേ. D1 നോക്കുന്ന സമയത്തും D1ന് സറൗണ്ടിങ് ആയിട്ടുള്ള എല്ലാ സെൽസ് നമ്മൾ എടുക്കുകയാണെങ്കിലും നമുക്കറിയാം D1 സറൗണ്ടിങ് ആയിട്ട് ഡോൺ കെയർസ് ഒന്നും വരുന്നില്ല. D1 ഈസ് ഗ്രൂപ്പ്ഡ് ആസ് എ സിംഗിൾ സെൽ. ദെൻ D1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പ്രഷൻ എന്തായിരിക്കും വരുന്നുണ്ടായിരിക്കുക? D1 ഈസ് ഈക്വൽ ടു ഈ ഒരു സെല്ലാണ് വരുന്നത് അല്ലേ. ഈ ഒരു സെല്ലും ഇതാണ് വരുന്നത്. ദെൻ എന്തായിരിക്കും എക്സ്പ്രഷൻ വരുന്നുണ്ടായിരിക്കുക? A ബാർ B ബാർ ഇവിടെ എന്താണ്? C ബാർ D. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഔട്ട്പുട്ട് വാരിയബിൾ ഏതാണ്? D2 ആണ് അല്ലേ. D2ന് കറസ്പോണ്ടിങ് ആയിട്ട് ഗ്രൂപ്പിംഗ് നോക്കുക. ഇവിടെ ഒന്നും ഡോൺ കെയർസ് അവൈലബിൾ അല്ല. ഇവിടെ ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് റാപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ. റാപ്പ് ചെയ്താലും നമുക്ക് ഡോൺ കെയർ അവൈലബിൾ അല്ല. പക്ഷേ ഇത് ഇങ്ങോട്ടേക്ക് റാപ്പ് ചെയ്യുന്ന സമയത്ത് നോക്കൂ, ഈ ഒരു D2 ക്യാൻ ബി ഗ്രൂപ്പ്ഡ് വിത്ത് ദിസ് ഡോൺ കെയർ. ഓക്കെ, ദെൻ D2 ക്യാൻ ബി ഗ്രൂപ്പ്ഡ് വിത്ത് ദ ഡോൺ കെയർ ലൈക്ക് ദിസ്. ഓക്കെ, ദെൻ D2ന് കറസ്പോണ്ടിങ് എക്സ്പ്രഷൻ എന്തായിരിക്കും വരുന്നുണ്ടാവുക? D2 ഈസ് ഈക്വൽ ടു ഈ 2 കോമ്പിനേഷൻസ് ആണ് ഈ സൈഡിൽ എടുക്കേണ്ടത് അല്ലേ. ദെൻ A എന്ന് പറയുന്നത് ക്യാൻസലായി പോവും. B ബാർ ആയിരിക്കും ഈ സൈഡിൽ വരുന്നുണ്ടായിരിക്കും. ദെൻ ഇവിടെ എന്തായിരിക്കും വരിക? C D ബാർ.
ഓക്കെ. ദെൻ നെക്സ്റ്റ് ഏതാണ് ഔട്ട്പുട്ട് വാരിയബിൾ വരുന്നത്? D3 ആണ് അല്ലേ. D3യും ഈ D2 ഗ്രൂപ്പ് ചെയ്ത പോലെ തന്നെ നമുക്ക് റാപ്പ് ചെയ്തിട്ട് ഗ്രൂപ്പ് ചെയ്യാം. ഓക്കെ. D3 ക്യാൻ ബി ഗ്രൂപ്പ്ഡ് വിത്ത് ദിസ് ഡോണ്ട് കെയർ കണ്ടീഷൻ. ദെൻ D3യുടെ കറസ്പോണ്ടിങ് എക്സ്പ്രഷൻ എന്താണ് വരുന്നുണ്ടാവുക? D3 ഈസ് ഈക്വൽ ടു, ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ ഈ രണ്ട് കോമ്പിനേഷൻ തന്നെയാണ് കറസ്പോണ്ടിങ്, നമുക്ക് B ബാർ ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് 1 1 ആണ്, അതായത് CD ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ. ദെൻ D4 നോക്കുന്ന സമയത്ത് വി ക്യാൻ ഗ്രൂപ്പ് ദിസ് D4 വിത്ത് ദിസ് ഡോണ്ട് കെയർ. ബാക്കി സെൽസിൽ നിയർ ബൈ ആയിട്ട് വരുന്ന സെൽസിലൊന്നും ഡോണ്ട് കെയർ അവൈലബിൾ അല്ല. D4 ക്യാൻ ബി ഗ്രൂപ്പ് ലൈക്ക് ദിസ്. ഓക്കെ. ദെൻ D4ൻ്റെ എക്സ്പ്രഷൻ എന്താണ് വരുന്നുണ്ടാവുക? D4 ഈസ് ഈക്വൽ ടു ഈ രണ്ട് ടേംസ് ആണ് വരുന്നത് അല്ലേ. ദെൻ എ എന്ന് പറയുന്നത് ക്യാൻസലായി പോവും. ബി ടോപ്പിൽ നോക്കുകയാണെങ്കിൽ C ബാർ D ബാർ. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് D5. D5ന് കറസ്പോണ്ടിങ് എക്സ്പ്രഷൻ എന്താണ് വരിക? D5 ക്യാൻ ഓൾസോ ബി ഗ്രൂപ്പ് ലൈക്ക് ദിസ്. ഓക്കെ. ദെൻ D5ൻ്റെ എക്സ്പ്രഷൻ എന്താണ് വരിക? D5 ഇസ് ഈക്വൽ ടു ഈ രണ്ട് ടേം തന്നെയാണ്. എ ക്യാൻസലായി പോവും, ബി വരുന്നുണ്ട്. മുകളിലേക്ക് എടുക്കുകയാണെങ്കിൽ C ബാർ D. ദെൻ ദ നെക്സ്റ്റ് വാരിയബിൾ ഈസ് D6. D6ൻ്റെ ഗ്രൂപ്പിംഗ് നോക്കുമ്പോഴും ഈ ഒരു സെയിം പാറ്റേണിൽ തന്നെയാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ D6ൻ്റെ എക്സ്പ്രഷൻ എന്താണ്? D6 ഈസ് ഈക്വൽ ടു, ഹിയർ ഇറ്റ് ഈസ് B, ഹിയർ ഇറ്റ് ഈസ് CD ബാർ. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് D7. D7 ആണെങ്കിലും നമുക്ക് ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് ഗ്രൂപ്പ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ. ദെൻ D7ഉം ഡോണ്ട് കെയറും കൂടെ ഗ്രൂപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് D7ൻ്റെ എക്സ്പ്രഷൻ എന്ത് വരും? ഈ ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ B ആൻഡ് ഹിയർ ഇറ്റ് ഈസ് CD. ദെൻ D8ൻ്റെ എക്സ്പ്രഷൻ എന്താണ്? D8 നോക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ളൊരു എക്സ്പ്രഷൻ അവൈലബിൾ ആണ്. കാരണം D8 ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ലൈക്ക് ദിസ്. നമുക്ക് റാപ്പിംഗ് പോസിബിൾ ആണ് അല്ലേ. കെമാപ്പിൽ റാപ്പിംഗ് പോസിബിൾ ആണ്. സോ D8 എന്ന് പറയുന്നത് 4 സെൽസിൻ്റെ ഒരു ഗ്രൂപ്പായിട്ട് ഫോം ചെയ്യാൻ പറ്റും. ദെൻ ഈ രണ്ട് വാരിയബിൾ കൺസിഡർ ചെയ്യണം. ദെൻ ടോപ്പ് സൈഡിൽ ഈ രണ്ട് ടേംസും കൺസിഡർ ചെയ്യണം. ദെൻ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ് വരുന്നുണ്ടാവുക? A, B ക്യാൻസലായി പോവും. ഈ ടോപ്പ് സൈഡിൽ നോക്കുകയാണെങ്കിൽ എന്ത് വരും? C ക്യാൻസലായി പോവും, D ബാറാണ് റിമൈനിങ് ആയിട്ട് വരുന്നത്. ഓക്കെ. ദെൻ D9 നോക്കുകയാണെങ്കിലും നമുക്ക് 4 വാരിയബിൾസിൻ്റെ അല്ലെങ്കിൽ 4 സെൽസിൻ്റെ ഗ്രൂപ്പ് പോസിബിൾ ആണ്. D9 ഈസ് ഈക്വൽ ടു, ഈ ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ A തന്നെയാണ് വരുന്നത്. ടോപ്പിൽ നോക്കുന്ന സമയത്ത് D ആണ് വരുന്നത് അല്ലേ. AD. ഓക്കെ. ഇതായിരിക്കും നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് വരുന്നത്. D0 മുതൽ D9 വരയ്ക്കുള്ള എല്ലാ ഔട്ട്പുട്ട്സിൻ്റെയും എക്സ്പ്രഷൻസ് നമ്മളൊരു സിംഗിൾ കെമാപ്പിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്തു. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ ഒരു എക്സ്പ്രഷൻസ് യൂസ് ചെയ്തിട്ട് ലോജിക് ഗേറ്റ്സ് യൂസ് ചെയ്തിട്ട് സർക്യൂട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. നമുക്ക് നോക്കാം. ഇവിടെ ഡിറൈവ് ചെയ്തെടുത്തിട്ടുള്ള എക്സ്പ്രഷൻസ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു BCD ടു ഡെസിമൽ ഡീകോഡറിൻ്റെ ഇൻറ്റേർണൽ ഡയഗ്രാം വരയ്ക്കുന്നത് നമുക്ക് നോക്കാം. നമുക്കറിയാം BCD ആണ് ഇൻപുട്ടിൽ കൊടുക്കുന്നത്. 4 ഇൻപുട്ട് ടെർമിനൽസ് A, B, C ആൻഡ് D ആണ്. ഇൻറ്റേർണലി അതിന് ഇൻവേർട്ട് ചെയ്തിട്ടും അവൈലബിൾ ആയിരിക്കും. ദെൻ D0 എന്നുള്ളൊരു പർട്ടിക്കുലർ ഔട്ട്പുട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് ആൻഡ് ഗേറ്റ്സ് ആണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ. ഇവിടെ D0 ഒബ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ഒരു 4 ഇൻപുട്ടിൻ്റെ ആൻഡ് ഗേറ്റ് ആണ്. ആൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ട്സ് എന്ന് പറയുന്നത് A ബാർ, B ബാർ, C ബാർ, D ബാർ ആണ് അല്ലേ. ദെൻ ഫസ്റ്റ് A ബാർ, B ബാർ, C bar and D bar is connected to a AND gate and the output will be D0. Similarly, we can implement the logic circuit for all the corresponding expressions. D1 നോക്കുകയാണെങ്കിൽ A bar, B bar, C bar, D ആണ് വരുന്നത്. Okay. Then A bar, B bar, C bar and D. ഓക്കെ. ഈ 4 ടെർമിനൽസും നമ്മൾ എടുത്തിട്ട് ഒരു ആൻഡ് ഗേറ്റിൽ കൊടുത്താൽ നമുക്ക് ഔട്ട്പുട്ട് വരുന്നത് D1 ആയിരിക്കും. ഇതേപോലെ നമുക്ക് എല്ലാ എക്സ്പ്രഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് 10 എക്സ്പ്രഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ആൻഡ് ഗേറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് സർക്യൂട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ലാസ്റ്റ് ഔട്ട്പുട്ട് വിൽ ബി D9 ഈസ് ഈക്വൽ ടു A ഇൻറ്റു D ആണ് വരുന്നത് അല്ലേ. A ആൻഡ് D ഷുഡ് ബി കണക്റ്റഡ് ടു എ 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റ്. ദെൻ ഇറ്റ് വിൽ ബി D9. ഓക്കെ. ഇതുപോലെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള ഓരോ എക്സ്പ്രഷൻസിനും കറസ്പോണ്ടിങ് ആയിട്ട് ആൻഡ് ഗേറ്റ്സ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഡീകോഡർ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഹിയർ വി വിൽ അപ്ലൈ, ദിസ് ഈസ് ദ ഇൻറ്റേർണൽ ഡയഗ്രാം. ഓക്കെ. ഹിയർ വി വിൽ അപ്ലൈ ദ BCD ഇൻപുട്ട് ആൻഡ് അറ്റ് ദീസ് ഔട്ട്പുട്ട് ലൈൻസ് വി വിൽ ഒബ്റ്റെയിൻ ദ കറസ്പോണ്ടിങ് ഡെസിമൽ. നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്ന BCD കോഡ് ഏതാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ ഔട്ട്പുട്ട് മാത്രം ഹൈ ആയിരിക്കും, ബാക്കിയുള്ള ഔട്ട്പുട്ട്സ് എല്ലാം ലോ ആയിരിക്കും. ഓക്കെ.